നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFEHന്റെ 1946 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദ്, BHMS, IFM, FINEM, MBA, HCS, 15 വർഷത്തെ ചികിത്സാ പരിചയം. ഇന്നത്തെ വിഷയം ന്യൂട്രിഷൻ ഡിലേമ, തീൻമേശയിലെ കൊലച്ചതി, ഭാഗം 2, ചെറുധാന്യങ്ങൾ വലിയ സാധ്യതകൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് നജീബ് അഹമ്മദ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. തെസാലിയിലെ ഒരു രാജാവായിരുന്നു. എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാം. ക്ലാരിറ്റി ഉണ്ടോ? ചില സമയങ്ങളിൽ കുറച്ചും കൂടെ കേട്ടാലും ഇച്ചിരൂടെ ശബ്ദം ഉണ്ടെങ്കിൽ നല്ലതാണ്. നല്ലതാണ് അല്ലേ? ഇപ്പോഴോ? അതുപോലെ ഉള്ളു. അതെയോ? എനിക്ക് തോന്നുന്നത് പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം കേൾക്കുന്നതിന് തടസ്സമില്ല. ഇല്ല, ഒരു കുറവ് കാണും അല്ലേ? അതിന് വലിയൊരു കുറവ് പറയാനില്ല. ഫൈൻ, നല്ലത്. തെസാലിയിലെ രാജാവായിരുന്നു എറിക്തൻ. പ്രകൃതിയോടും ദൈവങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പ്രകൃതി ചൂഷണമായിരുന്നു മൂപ്പിലാന്റെ വലിയ ഒരു വിനോദം. ഒരു എന്താ പറയാ, രാജാക്കന്മാരുടെ വിനോദമാണല്ലോ പല രീതിയിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുക, തങ്ങളുടെ രമ്യഹർമ്മ്യങ്ങളെ മോടി കൂട്ടുക. അതുപോലെ ദൈവങ്ങളോട് താൻ തന്നെയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് വാദിച്ചിരുന്ന ആളും കൂടിയായിരുന്നു. ഒരിക്കലൊരു വലിയ വിരുന്ന്, തൻ്റെ ദിവ്യത്വത്തെയും തൻ്റെ അധികാരത്തെയും ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് വലിയൊരു വിരുന്ന് അദ്ദേഹം വിളിച്ചു. അപ്പൊ ആ വിരുന്നിന് വേണ്ടിയുള്ള തടിയും റിസോഴ്സസും തേടി അദ്ദേഹം തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോവുകയാണ്. അത് ഡിമീറ്റർ എന്ന ദേവതയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന പവിത്രമായ ഒരു കാടായിരുന്നു. അവിടെയും അദ്ദേഹത്തിന്റെ ആളുകളും അദ്ദേഹം അവിടെ പോയി വലിയ രീതിയിൽ വന നശീകരണം നടത്തി കാട്ടുതടികളും മറ്റു വിഭവങ്ങളും കൊള്ളയടിച്ചു. എറിക്തൻ സ്വയം തന്നെ വലിയ പുരാതനമായ ഒരു ഓക്ക് മരം വെട്ടിമാറ്റി. അപ്പൊ അതിലൊരു ഡ്രൈഡസ് എന്ന് പറയുന്ന ഓക്ക് മരത്തിന്റെ ആത്മാവ് അതിനകത്തുണ്ടായിരുന്നു. ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് മരങ്ങൾക്കൊക്കെ ആത്മാവുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നതിന് വളരെ മുമ്പ് തന്നെ അത്തരം വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഈ രാജാവിനെ ഈ പറയുന്ന അരുതായ്മകൾ കാരണം രാജാവിനെ ശിക്ഷിക്കാൻ ഡിമീറ്റർ തീരുമാനിച്ചു. ഡിമീറ്റർ ക്ഷാമത്തിന്റെയും വിശപ്പിന്റെയൊക്കെ മൂർത്തിയായ ലിമോസിനെ അതിനേൽപ്പിച്ചു. രാജാവ് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അറയിൽ പ്രവേശിച്ച് ലിമോസ് ക്രേവിങ് എംപ്റ്റിനെസ്, അതായത് ശൂന്യമായ വിശപ്പ് എന്ന ഒരു സൂത്രം അവന്റെ വായിലേക്കും ശ്വാസകോശത്തിലേക്കും ഊതിക്കയറ്റുന്നു. അങ്ങനെ രാജാവിന് അടങ്ങാത്ത പൊള്ളയായ കൊതിയും വിശപ്പും രാജാവിന്റെ സിരകളിൽ നിറയുന്നു. അയാൾക്ക് എന്ത് കഴിച്ചാലും അദ്ദേഹത്തിന്റെ വിശപ്പ് ഒടുങ്ങുന്നേയില്ല. ഒടുവിൽ അദ്ദേഹം ഭക്ഷണത്തിനായി സ്വന്തം മകൾ മെസ്ട്രയെ അടിമച്ചന്തയിൽ വിൽക്കുന്നു. വീണ്ടും കൊതി തീരാഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം ശരീരം തന്നെ ഭക്ഷിക്കുകയാണ്. ഈ കഥയില് നമ്മുടെ ആധുനിക നാഗരികതയുടെ ഒരുപാട് ചിഹ്നങ്ങളും രൂപങ്ങളും കാണാം. പ്രകൃതി ചൂഷണം, മനുഷ്യന്റെ പൊങ്ങച്ചങ്ങള്, അമിതമായ കൊതികളും ആഗ്രഹങ്ങളും, അതുപോലെ മകളെ വിൽക്കുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ മനുഷ്യത്വ വിരുദ്ധത എത്രത്തോളം ഉള്ളത് കാണിക്കുന്നതാണ് സ്വന്തം മകളെ വിൽക്കുന്നത്. സ്വയം തിന്നൽ, ആധുനിക രോഗങ്ങളായ ക്യാൻസർ, ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ നമ്മൾ ഫേജ് അല്ലെങ്കിൽ നമ്മൾ സ്വയം തിന്നൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ അടയാളങ്ങളാണ്. നമ്മുടെ ആധുനിക ലോകത്തെ ഭക്ഷണ വ്യവസായത്തെ ചിത്രീകരിക്കാൻ വളരെ വ്യക്തമായ, വളരെ കൃത്യമായ ഒരു രൂപകമുണ്ട്, ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിന് ഡോറിറ്റോ എഫക്റ്റ് എന്നാ പറയാ. ഡോറിറ്റോ എന്നുള്ളത് ഒരു ഭക്ഷ്യവസ്തുവാണ്, ഒരു കമ്പോള ഭീമനാണ്. ഈ ഡോറിറ്റോ എഫക്റ്റിൽ അതിനെക്കുറിച്ച് ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ സർപ്രൈസിങ് ന്യൂ ട്രൂത്ത് അബൌട്ട് ഫുഡ് ആൻഡ് ഫ്ലേവർ.
ഫുഡും ഫ്ലേവറും തമ്മിലുള്ള ബന്ധവും ഫ്ലേവർ കൃത്രിമമായിട്ട് ഫുഡിലേക്ക് കുത്തിക്കയറ്റുന്നതിന്റെ ചതികളും എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, എന്താണ്, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗങ്ങൾ, അങ്ങനെ ആ അർത്ഥത്തിലുള്ള ഉയർന്ന ഹൈ ഈൽഡിങ്, ഉയർന്ന വിളവുകൾ, ഇതെല്ലാം പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുന്ന വിളകൾക്ക് ഒരു ഗുണവും ഇല്ലാണ്ടായി. ഒരു മണവും ഗുണവും ഇല്ലാത്ത സ്വാഭാവികമായ വിളകൾ, അതായത് ഒരു 10, 60, 70 വർഷം മുമ്പ് വിളയിച്ച നെല്ലുകളുടെ അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഗോതമ്പിന്റെ ഗുണമോ മണമോ നിലവാരമോ ഇല്ലാത്തതാണ് ഇന്നത്തെ ഹൈ ഈൽഡിങ് ക്രോപ്പുകൾ. നമ്മൾക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷെ അതിന്റെ പ്രകൃതിദത്തമായ മണവും രുചിയും നഷ്ടപ്പെട്ടപ്പോൾ ഈ കമ്പോള ഭൂമിയന്മാർ പുതിയൊരു സൂത്രം കണ്ടുപിടിച്ചു. വീണത് വിദ്യ പോലെ അവരെന്താ ചെയ്തെന്നറിയോ? അവര് കൃത്രിമമായിട്ട് പല സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ മനസ്സിനെയും കീഴടക്കുന്ന കില്ലർ രുചിക്കൂട്ടുകളും ഫ്ലേവറുകളും അവർ കണ്ടെത്തുകയും നമ്മുടെ ബ്ലിസ് പോയിന്റുകൾ കണ്ടെത്തുകയും അവയെ ഇത്തരം ഉൽപ്പന്നങ്ങളിൽ കുത്തിക്കയറ്റുകയും ചെയ്തു. ഇങ്ങനെ ഭക്ഷ്യങ്ങൾക്ക് പോഷകങ്ങളും ആരോഗ്യത്തിനുള്ളതിന് പകരം പൊള്ളയും എന്താ പറയാ ഉപകാരമില്ലാത്തതുമായ ആനന്ദവും രുചിയും നൽകുന്ന രീതിയിൽ, സന്തോഷവും രുചിയും നൽകുന്ന രീതിയിൽ ഭക്ഷണ വിഭവങ്ങൾ മാറുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ഒന്നാം പാർട്ടിലെ ടോപ്പിക്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് മനുഷ്യന്റെ ഭക്ഷണ രീതികളുടെ നാൾവഴികൾ, അതായത് ഭക്ഷണ പരിണാമങ്ങളുടെ വലിയ ഇവല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ മില്യൺ കണക്കിന് വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ ആദ്യമൊക്കെ മാറ്റം ഉണ്ടായിരുന്നത്. പിന്നീട് അത് നൂറ്റാണ്ടുകളാവുകയും പിന്നീട് ഏതാനും പതിറ്റാണ്ടുകളിലേക്ക് വരികയും ഏറ്റവും അവസാനം ഓരോ 10 വർഷത്തിലും ഭക്ഷണ രീതികൾ മാറുകയും പിന്നീട് 5 വർഷത്തിൽ വരികയും പിന്നീട് 5 വർഷം കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആദിമ മനുഷ്യൻ മരത്തിന്റെ മുകളിൽ നിന്ന് കായ്ക്കനികൾ ഭക്ഷിച്ചിരുന്നപ്പോൾ നമ്മൾ ആധുനിക മനുഷ്യൻ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലുമാണ് തന്റെ ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇവിടുന്ന് പോകും. പകരം നമ്മൾ പുതിയ ആപ്പുകളിലൂടെ നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ചോദനകളും റിക്വയർമെന്റും മനസ്സിലാക്കുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ട്രാക്കർ, നമ്മുടെ ഭക്ഷണത്തിനെ നമ്മളിലേക്ക് എത്തിക്കാൻ മറ്റൊരു ആപ്പ്, ഭക്ഷണം എന്നുള്ള ഒരു വസ്തു, അതിന് പകരം പലതരം ക്യാപ്സ്യൂളുകളുടെ ഫോർമുലകളുടെ, ഇന്ന് കുട്ടികളൊക്കെ നമ്മൾ ഫോർമുല കൊടുക്കുകയാണ്. നമ്മൾ തന്നെ ഫോർമുലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ചില ഭക്ഷണത്തിന് പകരം ഫോർമുലകളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്തേക്കാം. അത്രയും പെട്ടെന്നാണ് മനുഷ്യ സമൂഹം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഒരു സങ്കല്പമായി മാറിയിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഈ പ്രോസസ്ഡ് ഫുഡിന്റെ ഭക്ഷണം എന്ന് പറയാൻ പാടുണ്ടോ? പറ്റുമോ? നമുക്കതൊക്കെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അതിനെക്കുറിച്ചും ഈ ഇരുട്ടിൽ നിന്ന് ഈ ഇരുട്ടിന്റെ തുരങ്കത്തിലൂടെ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും വെളിച്ചം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ അന്വേഷിക്കുന്നതാണ്. നമ്മൾ മില്ലറ്റ് പോലുള്ള പുതിയ സാധ്യതകളെ നമ്മൾ ഇന്നത്തെ സെഷനിൽ മനസ്സിലാക്കാൻ നോക്കുന്നതാണ്. ഈ പ്രോസസ്ഡ് ഫുഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ രാജാവിന്റെ കഥ പറഞ്ഞല്ലോ. അതായത് എറിക്സൺ രാജാവ്, ഡിമീറ്റർ പോലുള്ള ദേവതകളുടെ. ഇന്നത്തെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഹൈലി പ്രോസസ്ഡ് ഫുഡ്, നമ്മളൊക്കെ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഭക്ഷണം എന്ന് വിളിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. എന്താണ് പ്രോസസ്ഡ് ഫുഡ് എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലൊന്നാണ് നോവ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നോവ ക്ലാസിഫിക്കേഷനിൽ 4 തരം നോവ 1, 2, 3, 4 വളരെ ഭംഗിയായിട്ട് ഫുഡിന്റെ പ്രോസസ്സിങ്ങിന്, ഫുഡിന്റെ തനിമയിൽ നിന്ന് കൃത്രിമത്വത്തിലേക്കുള്ള ഫുഡിന്റെ പരിണാമത്തിന്റെ 4 ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോവ 1 എന്ന് പറയുന്നത് പ്യൂർലി അൺപ്രോസസ്ഡ് ഫുഡാണ്. അവിടെ യാതൊരു രീതിയിലുള്ള പ്രോസസ്സിങ് അവിടെ നടക്കുന്നില്ല. ഉദാഹരണത്തിന് ഫ്രഷ് ഫ്രൂട്ട്, വെജിറ്റബിളുകൾ, ഹോൾ ഗ്രെയിൻ, നട്ടുകൾ, സീഡുകൾ, പാല്, മുട്ട, ഇത്തരം സാധനങ്ങളൊക്കെ ഭക്ഷണം നമ്മൾ ആസിറ്റീസ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അല്ലെങ്കിൽ മിതമായ ചൂടാക്കലിലൂടെ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് അതിനെ കഴിക്കാൻ പറ്റും. ഒരു മുട്ടയെടുത്ത് ഉടച്ച് ചൂടാക്കിയാൽ ബുൾസൈ ആകും. അവിടെ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. ഇത്തരം മിതമായ മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ തീരെ മാറ്റമില്ലാതെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഉള്ള കാര്യങ്ങൾ, നട്ട്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഭക്ഷണം
നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നോവ 1. പ്യൂർലി അൺപ്രോസസ്ഡ് ഓർ മിനിമലി പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ. നോവ 2 പറയുന്നത് പ്രോസസ്ഡ് ക്യൂലിനറി ഇൻഗ്രീഡിയൻസ് ആണ്. അവ സ്വയം തന്നെ ഭക്ഷണങ്ങളല്ല, ചിലപ്പോൾ അവ ഭക്ഷണമായിട്ട് മാറാറുമുണ്ട്, ബട്ടർ, ഗീ പോലുള്ള സംഭവങ്ങൾ. അതർവൈസ് പല ഭക്ഷണങ്ങളുടെയും ചേരുവകളാണ്. അതിൻ്റെ രുചിയെ എൻഹാൻസ് ചെയ്യാനും അവയെ നാച്ചുറലായി തന്നെ അതിൻ്റെ എന്താ പറയുക പാലറ്റബിലിറ്റി കൂട്ടാനും അതിൻ്റെ നമുക്ക് കഴിക്കാനുള്ള പരുവത്തിലാക്കാനൊക്കെ നേരത്തെ പറഞ്ഞ നോവ 1 ഭക്ഷണമായി മാറ്റാൻ സഹായിക്കുന്ന പല സാധനങ്ങളുടെ കാര്യങ്ങളെയാണ് പ്രോസസ്ഡ് ക്യൂലിനറി ഇൻഗ്രീഡിയൻറ്റ്, ഭക്ഷണത്തിൻ്റെ രുചിക്കൂട്ടുകൾ നമുക്ക് പറയാവുന്ന സാധനങ്ങൾ. അതിൽ കുക്കിംഗ് ഓയിലുകൾ വരും, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ മുതൽ മറ്റ് ചവർ ഓയിലുകൾ, ബട്ടർ, ഗീ പോലുള്ള സംഭവങ്ങൾ വരും, ജാഗരി, ഹണി പോലുള്ള, സോൾട്ട്, ഉപ്പ് പോലെ, പിന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി പോലുള്ള സംഭവങ്ങൾ. ഇതൊക്കെ നോവ 2 ആണ്. ഇനി നോവ 3 എന്ന് പറയുമ്പോൾ അത് പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന, നമ്മളുടെ നാടൻ, നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന പരമ്പരാഗത ഫുഡുകളൊക്കെ ഉള്ള മിക്കവാറും ഫുഡുകളൊക്കെ നമ്മൾ നന്നായി കുക്ക് ചെയ്ത് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ഓയിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് പ്രോസസ്ഡ് ഫുഡായി. ഇതിന് ഉദാഹരണത്തിന് നമ്മൾ 1, അതായത് മുട്ട, പാല് പോലുള്ള സംഭവങ്ങൾ, പച്ചക്കറി പോലുള്ള സാധനങ്ങൾ. 2 അതിലേക്ക് ചേരുമ്പോൾ, ഓയിലോ സ്പൈസസോ ചേരുമ്പോൾ നമുക്ക് 3 കിട്ടുന്നു. 1 + 2 = 3. അതായത് നോവ 1ഉം 2ഉം ചേരുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ മിക്കവാറും ഭക്ഷണങ്ങളൊക്കെ നോവ 3 ആണ്. യഥാർത്ഥത്തിൽ ഈ നോവ 3 ഭക്ഷണങ്ങൾ പ്രോസസ്ഡ് എന്ന് നമ്മൾ ടെക്നിക്കലി പറയുമെങ്കിലും അവ അപകടകാരി അല്ല എന്ന് മാത്രമല്ല പലപ്പോഴും ആരോഗ്യദായകവുമാണ്. ഇനി നമ്മൾ നോവ 4ലേക്ക് പോകുമ്പോഴാണ് കാര്യങ്ങളുടെ ചിത്രം മാറുന്നത്. ഇത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയും. നോവ 2 അല്ലെങ്കിൽ നോവ 3 നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെസിപ്പിയിൽ നമ്മൾ കാണുന്ന 5ഓ 6ഓ സാധനങ്ങളായിരിക്കും. നമ്മുടെ റെസിപ്പിയിൽ നമ്മൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് സ്പൈസസ്, ഒരു 4 സ്പൈസസ്, കുറച്ച് ഉള്ളി, തക്കാളി, അങ്ങനെയൊക്കെ നമ്മൾ എണ്ണിയാൽ 4 5 6 ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടുക. ഇതിലെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് മിക്കവാറും നമ്മുടെ നോവ 3. നോവ 4 എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ ഇൻഗ്രീഡിയൻ്റ് ഒരു വലിയ ലിസ്റ്റാണ്. വലിയ ലിസ്റ്റ്. നമ്മൾ മിക്കവാറും സോഫ്റ്റ് ഡ്രിങ്കുകൾ, പാക്കേജ്, എയറേറ്റഡ് ബിവറേജുകൾ ഉണ്ട്. നമ്മൾ പലതരം സോഡകൾ, പാക്കേജ്ഡ് ചിപ്സുകൾ, പഫ് ക്രിപ്സുകൾ, ബിസ്ക്കറ്റുകൾ, കുക്കികൾ, പലതരം ഇൻസ്റ്റന്റ് നൂഡിലുകളും ഫ്ലേവേർഡ് റെഡി മീൽസ് എന്നൊക്കെ പറയുന്ന പലതരം ഭക്ഷ്യവസ്തുക്കൾ. പിന്നെ നമ്മൾ ഹെൽത്തി എന്ന് വിളിക്കുന്ന ഹെൽത്ത് വാഷ്ഡ് പ്രോഡക്റ്റുകൾ, നമ്മൾ ഹെൽത്തി എന്ന് പറയുന്ന പ്രോട്ടീൻ ബാറുകൾ, ഷുഗറി സിറിയലുകൾ, പിന്നെ എന്താണ് യോഗർട്ടുകൾ, ഫ്ലേവേർഡ് യോഗർട്ടുകൾ. നമ്മൾ പലപ്പോഴും നല്ല ഹെൽത്തിയാണെന്ന് വിശ്വസിച്ച് വാങ്ങുന്ന സാധനങ്ങളുടെ ലേബിൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്നത് നീണ്ട എന്താ പറയുക കുരുത്തക്കേടുകളുടെ ലിസ്റ്റുകളാണ്. നമ്മൾക്ക് ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കൃത്രിമമായ ഫ്ലേവറുകളുടെ, രുചികളുടെ, സ്വീറ്റ്നേഴ്സിൻ്റെ, പലതരം എന്താണ് സ്മെൽ എൻഹാൻസേഴ്സിൻ്റെ, കളറിങ് ഏജന്റുകളുടെ വലിയ ഒരു ലിസ്റ്റാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ഫുഡിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ആ ഇതുണ്ടല്ലോ, നമ്മുടെ ബാരിറ്റോ എഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആ ബാരിറ്റോ എഫക്റ്റിൽ നമ്മൾ ഒരു ഫുഡിനെ അതിൻ്റെ എല്ലാ നന്മകളെയും നിശേഷം നശിപ്പിക്കുന്നതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ക്രോപ്പിംഗ്, അതിൻ്റെ നട്ടുവളർത്തൽ. അപ്പോൾ അങ്ങനെ ചണ്ടിയായ ഒരു സാധനത്തിനെ ഇതുപോലുള്ള കൃത്രിമമായ ഒരുപാട് സംഭവങ്ങൾ കുത്തിക്കയറ്റിയിട്ട് മനുഷ്യനെ മയക്കുന്ന, മത്തുപിടിപ്പിക്കുന്ന രുചിക്കൂട്ടികളുടെ ഒരു സംഭവമാക്കി മാറ്റുന്നതിനെയാണ് ഈ പറയുന്ന അൾട്രാ ഹൈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UPF. ഇതിനെ ഫുഡ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അതിന് വേറെ ചില പേരുകളാണുള്ളത്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഫുഡിനെ, അല്ല അൾട്രാ ഹൈലി പ്രോസസ്ഡ് ഫുഡിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഇൻഡസ്ട്രിയൽ ഫോർമുലേഷൻസ് ആണ്. അതിൽ പലതരം നിറവും മണവും രുചിയും മാറ്റാനുള്ള കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻറ്റുകൾ അതിലുണ്ട്. അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല, അതിൻ്റെ അപ്പീൽ കൂട്ടാൻ, അതിനെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി, അതിൻ്റെ അട്രാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻറ്റുകൾ അതിലുണ്ട്. സിന്തറ്റിക് ഫ്ലേവറുകളുണ്ട്. പിന്നെ അതിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പലതരം എന്താ പറയുക പ്രിസർവേറ്റീവുകളും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നറിഷ് ചെയ്യാൻ വേണ്ടിയല്ല, വിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനെ നമ്മൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി,
ഈ കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു ഉദ്ദേശവും ഈ മഹാ കുത്തുകൾക്കില്ല എന്നുള്ളതാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഫുഡിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ട് എന്താ ഉണ്ടാവുക? ഈ പ്രോസസ്ഡ് ഫുഡുകളുടെ അത് മെറ്റബോളിക് ഡിസ്റപ്ഷൻ ഉണ്ടാക്കും, മെറ്റബോളിസത്തിനെ തകർക്കുന്നു, മൈക്രോബയോമിനെ ഡാമേജ് ഉണ്ടാക്കും, നമ്മുടെ വയറ്റിനകത്തുള്ള ഗട്ട് ബാക്ടീരിയയൊക്കെ നിശേഷം നശിപ്പിക്കുന്നു, ഒബിസിറ്റി പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള മാരകമായ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, ഇമോഷണൽ, അതായത് മൈക്രോബയോം നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോർമോണൽ ആക്സിസിൽ തകർച്ചയുണ്ടാകുന്നു, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ഉണ്ടാകുന്നു, ഇമോഷൻസിലും വൈകാരികാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പലതരം രോഗങ്ങൾ, ആൽഷിമേഴ്സ് മുതൽ ഡിമെൻഷ്യ പോലുള്ള പല രോഗങ്ങളും മുതൽ ഡയബറ്റീസ് വരെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമകളാകുന്നു. ഈ എൻഡ് ഓഫ് ദി ഡേ ഈ എല്ലാ ഡ്രഗ് കാർട്ടലുകൾ എല്ലാ ഫുഡ് കാർട്ടലുകളുടെയും എല്ലാ വലിയ കുത്തക ഭീമന്മാരുടെയും ഏറ്റവും വലിയ ചൂഷണ ഉപാധി അഡിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ ഭക്ഷണത്തോട് നമുക്ക് അടങ്ങാത്ത ആർത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ രാജാവിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എറിക്തോണിന്റെ ആധുനിക രൂപങ്ങളാണ് നമ്മൾ പുതിയ മനുഷ്യരെല്ലാവരും. നമ്മളെല്ലാവരും പലതരം എറിക്തോണുകളായി ജീവിക്കുകയാണ്. അടങ്ങാത്ത ആർത്തിയായിട്ട്, അടങ്ങാത്ത ഒരിക്കലും തീരാത്ത വിശപ്പായിട്ട്, പലതരം സംഭവങ്ങളുടെ അടിമകളായിട്ട്, പലതരം ഫുഡുകളുടെ താല്പര്യങ്ങളുടെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അൾട്രാ ഹൈലി പ്രോസസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളുടെ പ്രത്യേകത? അവയെ നമുക്ക് ഫുഡ് എന്ന് പറയാൻ പറ്റുമോ? ചില റിസർച്ചേഴ്സ് പറയുന്നത് വിളിക്കുന്നത് അതിനെ ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് എഡിബിൾ സബ്സ്റ്റൻസ് എന്നാണ്. വി കാൻ കോൾ ദം ഫുഡ് ആൻഡ് റാദർ ദേ ആർ ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് എഡിബിൾ സബ്സ്റ്റൻസസ്. നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദേ ആർ പ്രോഡക്ട്സ് എഞ്ചിനീയർഡ് ടു മിമിക് ഫുഡ്. ഭക്ഷണം എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ അത് എഞ്ചിനീയർഡ് പ്രോഡക്റ്റുകളാണ്. ഇതിനെ ഫുഡ് എന്ന് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ കഴിച്ചിരുന്ന ഫുഡ് എന്ന് വിളിച്ചിരുന്ന സംഭവങ്ങളായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. 70% മോഡേൺ റീറ്റെയിൽ ഷെൽഫുകളിൽ നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ ഈ പറയുന്ന നാലാമത്തെ നോവ 4 എന്ന് നമ്മൾ പറഞ്ഞ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളാണ്. അപ്പോൾ ഇതെല്ലാം ഗ്ലോബൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഉദാഹരണത്തിന് ഈ സംഭവങ്ങൾ നമ്മൾ വലിയ വലിയ സിറ്റികളിൽ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള നാടൻ ഗ്രോസറികളിലും ഷോപ്പുകളിലും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പല പലചരക്ക് കടകളിലും പോലും വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന ഹൈലി പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നല്ല ഒരു ഭക്ഷണം എന്തായിരിക്കണം? ഒരു ഹെൽത്തി ഫുഡിന്റെ 4 ഡൈമെൻഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രോസസ്ഡ് ഫുഡിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള ഒരു ഭക്ഷണത്തിന് 4 ഡൈമെൻഷൻസ്, 4 മുഖങ്ങൾ, 4 പദവികളുണ്ട്. ഒന്ന് ബയോളജിക്കൽ ആസ്പെക്റ്റിൽ, പിന്നൊന്ന് കൾച്ചറൽ ആസ്പെക്റ്റിൽ, പിന്നൊന്ന് എൻവയൺമെന്റൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയുടെ ഏരിയയിൽ, പിന്നൊന്ന് സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള അതിൻ്റെ മേഖലകളിലൊക്കെ ഇത് ചില ക്വാളിറ്റീസ് പാലിക്കുമ്പോഴാണ് നമുക്ക് അതിനെ ഹെൽത്തി ഫുഡ് എന്ന് വിളിക്കാൻ പറ്റുക. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ അത് ഷുഡ് ബി ഹോൾ, അതൊരു സമ്പൂർണ്ണമായിരിക്കണം, പോഷകദായകമായിരിക്കണം, പ്രോസസ്ഡ് ആവരുത്, എമ്പാടും ഫൈബർ ഉള്ള സാധനങ്ങളായിരിക്കണം, അതുപോലെ ന്യൂട്രിയൻസ്, മാക്രോ മൈക്രോ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള സംഭവങ്ങളായിരിക്കണം യഥാർത്ഥത്തിൽ ഈ ഫുഡ് നമ്മൾ വിളിക്കുന്ന സാധനം. 2, അത് എൻവയൺമെന്റൽ ഭാഗത്തിൽ മിക്കവാറും ഫുഡൊക്കെ നാച്ചുറൽ സെൻസിൽ സീസണലാണ്. അതുപോലെ ലോക്കലി അവൈലബിൾ ആയിരിക്കണം, എവിടുന്നോ കൊണ്ടുവന്ന ഫുഡ് നമ്മുടെ ഫുഡ് ആവരുത്, പ്രകൃതിക്ക് ചൂഷണം ഉണ്ടാക്കുന്ന കൃഷി രീതികളാവരുത്, സസ്റ്റൈനബിൾ ആയിരിക്കണം ഈ പറയുന്ന ഭക്ഷണത്തിന്റെ കൃഷി രീതി, എത്തിക്കലായിരിക്കണം. അതുപോലെ ഇത് നമ്മൾക്ക് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ സഹായിക്കണം. നമ്മൾ ഇന്നത്തെ ആധുനിക ഫുഡ്, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ വിളിക്കുന്ന ഫുഡ് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഒരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തിന്നാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. എത്രയും പെട്ടെന്ന് തിന്നാനും ഏറ്റവും എളുപ്പത്തിൽ ചവയ്ക്കാനും ഫുഡ് ആസ് എ കൺവീനിയൻസ്, പലതരം കൺവീനിയൻസ് ആണ് നമുക്കെല്ലാം. ആധുനിക മനുഷ്യൻ പലതരം കൺവീനിയൻസിന്റെ അടിമകളാണ്. ഈ കൺവീനിയൻസിനൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ബയോളജിക്കലി വളരെ അധികം ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ അധികം കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യജീവിയായിട്ടാണ്, ഒരു സ്പീഷീസ് ആയിട്ടാണ് നമ്മളെ ഈ പറയുന്ന
ഇന്നോർമസ് എന്താണ് ലിങ്കിങ് ടു ആ കൺവീനിയൻസ് നമ്മൾ മാറ്റുന്നത്. നമ്മളുടെ എല്ലാ അർത്ഥത്തിലുള്ള കൺവീനിയൻസ്, നമുക്ക് നടക്കാൻ മടി, നമുക്ക് ചവക്കാൻ മടി, നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള മടിയുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഈ മടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ ഇൻഡോളൻ്റ് ആയിട്ടുള്ള, വളരെ ബയോളജിക്കലി എന്താ പറയാ ഇൻകംപിറ്റന്റ് ആയിട്ടുള്ള ഒരു പുതിയ സ്പീഷീസിലേക്ക് നമ്മുടെ തലമുറകളെ നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. നമ്മളിലൂടെ, നമ്മുടെ പുതിയ തലമുറയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈലി കോംപ്രമൈസ്ഡ് ഒരു തലമുറയെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച ഒരു സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രം, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? നമ്മളവിടെ ഷെൽഫിൽ, നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ടാവാം. പലതരം ഫുഡുകളാണ്, പലതരം ഒരേ സാധനത്തിന്റെ പല വെറൈറ്റികൾ, പല പേരുകളിൽ, പല കുപ്പായങ്ങളിൽ, മനോഹരമായ കുപ്പായങ്ങൾ, മനോഹരമായ ഉടുപ്പുകളിലാണ് ഈ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ അണിനിരന്നിരിക്കുന്നത്. എന്ത് ഭംഗിയിലാണ് അത് അടുക്കി വെച്ചിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ അതിന്റെ മണങ്ങൾ, അതിന്റെ കളർ കോഡുകൾ, ഭക്ഷണത്തിന്റെ ഒക്കെ പാക്കേജിങ്ങിന്റെ കളർ കോഡിലൊക്കെ വലിയ വലിയ സൂത്രങ്ങൾ ഈ പറയുന്ന ഭക്ഷണ ഭീമന്മാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ എന്തെടുക്കണം, എന്ത് വാങ്ങണം, എന്ത് കഴിക്കണമെന്ന് മനസ്സിലാവാതെ നമ്മൾ അന്തം വിട്ടിരിക്കുമ്പോൾ ഇതേ ഭക്ഷണ ഭീമന്മാർ തന്നെ നമ്മുടെ ഉള്ളിൽ ഇതിന് പരിഹാരം എന്നോണം ചില സൂത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ പിന്നെ നമ്മുടെ ഫുഡ് സെലക്ഷന്റെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഫുഡ് സെലക്ഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അടുത്ത ഈ സംഭവം എന്താണ്? നമ്മൾ ഈ പറയുന്ന ഒരു മിനിറ്റ് നമ്മൾ അടുത്ത കാര്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫുഡിന്റെ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂത്രങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ നോക്കുന്നു. അപ്പം നമ്മളുടെ ഹൈപ്പോതലാമസിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ചില കെമിക്കൽസിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡോപ്പമിൻ പോലുള്ള നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില സൂത്രങ്ങളാണ് ഈ ഭക്ഷണക്കൂട്ടുകൾ അവർ നിറച്ചു വെച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ബ്ലിസ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം. അത് ഫാറ്റിന്റെ, ഷുഗറിന്റെ, സോൾട്ടിന്റെ ഒരു പ്രത്യേക കെമിക്കൽ പോയിന്റ്, ഒരു കെമിക്കൽ രുചിക്കൂട്ട് ഈ പറയുന്ന ഫുഡ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലൂടെ ഭക്ഷണത്തിന്റെ കമ്പോളത്തിൽ വലിയ കമ്പനികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പല ഭക്ഷണത്തിനും അതിന്റെ ബ്ലിസ് പോയിന്റ് അവർ മനസ്സിലാക്കുകയും അത് അവിടെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലിസ് പോയിന്റ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മുടെ ആദ്യം പറഞ്ഞ ഡിസിഷൻ ഫറ്റീഗ്, നമ്മൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾക്ക് അറിയില്ല എന്ത് വാങ്ങണം. നമ്മളൊരു ഡിസിഷൻ ഫറ്റീഗിലാണ്, നമ്മൾ ആകെ കൺഫ്യൂഷനിലാണ്, എന്ത് വാങ്ങണം. അപ്പം ബ്ലിസ് പോയിന്റിന്റെ ചില മെസ്സേജുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ റിവാർഡ് പാത്ത് വേ ആൾറെഡി നമ്മളെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത എന്താണ്? ഇത് ഹെൽത്തി ആണോ എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്ലിസ് പോയിന്റും റിവാർഡ് പാക്കേജ് ഹൈജാക്ഡ് ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത ആ സമയത്ത് ഉയർന്നു വരുന്നു. നമ്മൾ ഇത് കഴിച്ചാൽ പണി കിട്ടുമോ? അപ്പോഴാണ് നമ്മൾ അടുത്ത കമ്പോളം അതിനും മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയും അവർ വളരെ കൃത്യമായ സൂത്രപ്പണികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയാം. പലതരം ലേബിളുകളിൽ അവർ വലിയ രീതിയിൽ, വലിയ വെണ്ടക്ക അക്ഷരത്തിൽ അതിലവര് ഹെൽത്തി ലേബിൾസ് എഴുതും. അതിന് അവര് ഹെൽത്തി, നാച്ചുറൽ, പ്രോട്ടീൻ റിച്ച്, അല്ലെങ്കിൽ പല രീതിയിലുള്ള നല്ല നല്ല വാക്കുകളിലൂടെ ഇതിനെ അവര് ആ ലേബിൾ കൊടുക്കും. ഈ ലേബിൾ അവിടെ കൊടുക്കുമ്പോഴും ഇതിന്റെ പിറകിൽ ഇൻഗ്രീഡിയൻസിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ആ കാണുന്ന വലിയ വെണ്ടക്കയിൽ കാണുന്ന ഹെൽത്തി ലേബിളുകൾ, ആ ലേബിളുകൾക്ക് അപ്പുറത്ത്, അതിന്റെ ഹാലോയ്ക്ക് അപ്പുറത്ത് യഥാർത്ഥത്തിൽ അതിന്റെ പിറകിൽ ഈ ഭക്ഷണങ്ങളുടെ ഇൻഗ്രീഡിയന്റുകളുടെ വലിയ ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിനെ അവർ എഴുതുന്നത് വളരെ ചെറിയ അക്ഷരത്തിൽ, കുനുകുന ഉറുമ്പുകളെ പോലെ വളരെ ചെറിയ അക്ഷരത്തിലാണ് അവ എഴുതുക. ഒരു മനുഷ്യർ ഇത് വായിക്കരുതെന്ന ഉദ്ദേശത്തിലാണ് മിക്കവാറും ഫുഡ് കമ്പനികൾ ഇതിന്റെ ലേബിളിംഗ് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എഴുതാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും പല ഇലക്ട്രോണിക് കമ്പനികളും അവരുടെ യൂസേഴ്സ് മാനുവൽ നമുക്ക് തരാറുണ്ട്. ഇതുപോലെ ഒരു മാഗ്നിഫൈങ് ലെൻസ് കൂടി തന്നിട്ട് വേണം അവരിതൊക്കെ തരാൻ. അത്രയും ചെറിയ അക്ഷരത്തിലാണ് ഇവർ ഇതൊക്കെ എഴുതി വെക്കാറുള്ളത്. ഫുഡ് ലേബിളിങ്ങിന്റെയും വലിയൊരു സൂത്രപ്പണി
അതിന്റെ കുരുത്തം കെട്ട വശമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ യഥാർത്ഥത്തിൽ വായിച്ചാൽ നമ്മൾ കഴിക്കില്ല, അത്രയും ഭീകരമായ സാധനങ്ങളാണ്. പക്ഷെ അവ എഴുതുന്നത് പൊതുവെ വളരെ ചെറിയ അക്ഷരങ്ങളിലാണ്. എന്നിട്ട് ഒരു മുഖംമൂടി പോലെ ചില വാക്കുകൾ ഹെൽത്തി, പ്രോട്ടീൻ റിച്ച്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ, നാച്ചുറൽ, ഓർഗാനിക് എന്നുള്ള വാക്കുകൾ വലിയ വെണ്ടക്കയിൽ അതിൻ്റെ ലേബിളിന്റെ മുഖത്ത് എഴുതി വെക്കുന്നു. ഇത്തരം ചതി പ്രയോഗങ്ങളിലൂടെ നമ്മുടെ ഈ റിവാർഡ് പാത്വേ അല്ലെങ്കിൽ ഡിസിഷൻ ഫറ്റീഗിനെ, നമ്മൾ തീരുമാനം എടുക്കാനുള്ള നമ്മുടെ അങ്കലാപ്പിനെ അവര് പല രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലിസ് പോയിന്റിലൂടെ, റിവാർഡ് പാത്വേയിലൂടെ, ബ്ലിസ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള തലച്ചോറിന്റെ ഹാപ്പിനെസ്സിനെ നിയന്ത്രിക്കുന്ന ചില രുചിക്കൂട്ടുകൾ, അതുപോലെ അതിന്റെ റിവാർഡ് ഹൈജാക്ക് ചെയ്യുന്ന, ഡോപ്പമിൻ ഹൈജാക്ക് ചെയ്യുന്ന കെമിക്കൽ ചാനലുകൾ, ഇതിലൂടെയൊക്കെ നമ്മളെ അവര് പല രീതിയിലും ടാർഗറ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വൾണറബിൾ ആയിട്ടുള്ള ചില സമൂഹങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ, ചില ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് അവരേക്കാണ്. ഒന്ന് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കുട്ടികൾ, സ്ത്രീകൾ. ഇവർക്കൊക്കെ പലതരത്തിലുള്ള ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ടൂളുകളിലൂടെ, കൃത്യമായ സൈക്കോളജിക്കൽ ടൂളുകളിലൂടെ ഇത്തരം ഭക്ഷണങ്ങൾ പടച്ചിറക്കുമ്പോൾ അവരതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിൽ കാർട്ടൂണുകൾ, മാസ്കോട്ടുകൾ, പലതരം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അത് കണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പം അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിലൂടെ, കാർട്ടൂണുകളിലൂടെ, പലതരം കാർട്ടൂൺ ക്യാരക്ടറുടെ മാസ്കോട്ടുകളിലൂടെ കുട്ടികളിലേക്ക് ഇവ ഇടിച്ചു കയറുന്നു. രണ്ട്, പെണ്ണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ സ്കിന്നി ഫുഡ്, ഗിൽറ്റ് ഫ്രീ ഈറ്റിംഗ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഡെവലപ്പിംഗ് നേഷൻസിൽ ഇത്തരം ഭക്ഷണങ്ങളുടെ പരീക്ഷണങ്ങളുടെ വലിയൊരു കുതരങ്ങായി മാറാറുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അഡ്വർടൈസിങ് സൈക്കോളജിയാണ്. അതുപോലെ സ്കൂൾ സ്പോൺസർഷിപ്പുകൾ, അതുപോലെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകൾ. വലിയ ക്രിക്കറ്റ് താരങ്ങളും വലിയ നടന്മാരൊക്കെയാണ് പലപ്പോഴും ചവറുകളെ നമ്മുടെ മുമ്പിലായിട്ട് വിൽക്കാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്, അതിന്റെ എൻഡോഴ്സ്മെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ഹെൽത്ത് ലേബിളുകളും ഭക്ഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിലൂടെയൊക്കെയാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത്തരം ഭക്ഷണ ഭീമന്മാർ മുമ്പിലേക്ക് വരുന്നത്. ഇങ്ങനെ ഉള്ള ഒരു കാലത്ത് എങ്ങനെയായിരിക്കണം നല്ലൊരു ഫുഡ്, എന്തായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണത്തിന്റെ 4 പ്രധാനപ്പെട്ട നെടുംതൂണുകൾ നമുക്ക് വിളിക്കാവുന്ന കാര്യങ്ങൾ. അത്തരം ഫുഡ് എന്തൊക്കെയാണുള്ളത്? നമ്മൾക്കറിയാം, നമ്മൾ ബാലൻസ് ഫുഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഡൈവേഴ്സ് ആയിരിക്കണം. ഇവിടെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ആണ് നമ്മുടെ ഫുഡ് ഡിലമ്മയിൽ. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് ഡിലമ്മയെ കുറിച്ചുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് നമുക്ക് മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെ കുറിച്ചും കൂടി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. മില്ലറ്റ്സിനെ കുറിച്ചാണ്. ചെറുധാന്യങ്ങൾ. നമ്മൾ ചെറുധാന്യങ്ങൾ എന്ന് പറയും. 2023 WHO തന്നെ മുന്നോട്ട് വെച്ച വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും വലിയ രീതിയിൽ അതിനെ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മില്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലറ്റിന്റെ ഗ്രെയിൻ സ്ട്രക്ചർ എന്താണ്? മില്ലറ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വൈ മില്ലറ്റ് ആസ് എ ഗ്രെയിൻ? കാരണം ഗ്രെയിനുകൾ മൊത്തത്തിൽ മനുഷ്യന്റെ മെറ്റബോളിസത്തിനെ വലിയ രീതിയിൽ തകർത്ത സാധനമായിരുന്നു. അതായത് മനുഷ്യൻ എപ്പോഴാണ് മോണോകൾച്ചർ തുടങ്ങിയത്, എങ്ങനെ നമ്മുടെ നദീതട നാഗരികതകളൊക്കെ തുടങ്ങി, എങ്ങനെ വലിയ രീതിയിൽ കൃഷി തുടങ്ങി, അതിനുശേഷം പല രീതിയിലും മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മില്ലറ്റ് പോലുള്ള ചില ഫുഡുകൾ നമ്മുടെ ഡൈവേഴ്സിറ്റിയെ പരിപാലിക്കുകയും, മില്ലറ്റ് നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല. മില്ലറ്റ് വലിയ വെള്ളമൊന്നും വേണ്ട, ഒരുപാട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഒരുപാട് എൻവയൺമെന്റലി പ്രോ ആയിട്ടുള്ള ഒരു ഫുഡാണ് മില്ലറ്റ്. അതുകൊണ്ട് തന്നെ നദീതട സംസ്കാരങ്ങൾക്ക് വ്യത്യസ്തമായി പലതരം മണ്ണിൽ പല രീതിയിലും ഏത് കാലാവസ്ഥയിലും വളർന്ന രീതിയിലുള്ള സ്റ്റേഡി ആയിട്ടുള്ള മില്ലറ്റുകൾ തന്നെ വളരെ സസ്റ്റൈനബിളും സ്റ്റേഡി ആയിട്ടുള്ള ക്രോപ്പുകളാണ്. സ്വാഭാവികമായിട്ടും അത് കഴിക്കുമ്പോൾ നമുക്കും അതിൻ്റെ പറയുന്ന അകക്കാമ്പിന്റെ കരുത്ത് നമുക്ക് കിട്ടുന്നുള്ളതാണ്. മില്ലറ്റിന്റെ ഗ്രെയിൻ സ്ട്രക്ചർ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് 4 കാര്യങ്ങളാണ്. ഒന്ന് ബ്രാൻ ലെയർ ആണ്, ഏറ്റവും പുറത്തുള്ള തിക്ക് ബ്രാൻ ലെയർ. അത് ഇൻസോലുബിൾ ഫൈബർ ആണ്.
അതുപോലെ ലിഗ്നിൻ പോലുള്ള ഹെമിസെല്ലോസ് പോലുള്ള കട്ടിയുള്ള ഫൈബറാണ്. ഇൻസോൾബിൾ ഫൈബർ നമുക്ക് ഒരു ഫുഡ് ബൾക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എന്താ പറയുക ഗട്ട് ബാക്ടീരിയകൾക്കൊക്കെ ഉള്ള ഒരു ഫുഡും കൂടിയാണ്. അതുകൂടാതെ ഈ പറയുന്ന ബ്രാൻ ലെയറിൽ ആൻറ്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ് പോലുള്ള ഒരുപാട് നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് റൈസ്, വീറ്റ് പോലുള്ളതിൻ്റെ ബ്രാൻഡിനേക്കാളും റോബസ്റ്റ് ആണ്, സ്ട്രോങ് ആണ്. ഐറിലോൺ പോലുള്ള രണ്ടാമത്തെ ലെയർ അത് ബ്രാൻഡിന് തൊട്ട് താഴെയുള്ള ഒരു ലെയറാണ്. ഇത് മൾട്ടി ലെയർ ബ്രാൻഡാണ് ഇതിൻ്റെത്. അപ്പോൾ പ്രോട്ടീൻ, മിനറൽ പോലുള്ള സംഭവങ്ങൾ, ധാന്യങ്ങളിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഒരു ധാന്യമാണ് മില്ലറ്റ്. അപ്പം അതിൽ മിനറൽസും പ്രോട്ടീനുമാണ് സെക്കൻഡ് ലെയറിലുള്ളത്. ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും എൻസൈംസും പല രീതിയിലുള്ള എന്താ പറയുക മിനറൽസും അതിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തത് ഏറ്റവും അകത്തുള്ള എൻഡോസ്പേമാണ്. അതും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അസിമുലേറ്റ് ചെയ്യാത്ത, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്ത, സ്ലോ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള സ്റ്റാർച്ചാണ്. അതർവൈസ് നമ്മൾ അതിനെ വിളിക്കുന്നത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എന്നുള്ളതാണ്. ഏറ്റവും അകത്ത് ജേമാണ്. ഈ ജേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത് വളരാനും അതുപോലെ അതൊരു പുതിയൊരു ചെടിയാവാനൊക്കെ ആവശ്യമുള്ള അതിൻ്റെ ഏറ്റവും അകത്തുള്ള ജേമിനൽ ലെയറാണ്. ഇത് ഒരുപാട് ഫാറ്റ് അടങ്ങിയിരിക്കുന്നു, ബി വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻറ്റും അടങ്ങിയിരിക്കുന്നു. ഒരു പുതിയ ചെടിയാവാനുള്ള എല്ലാം അവിടെ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈ മില്ലറ്റുകളുടെ മറ്റു സയന്റിഫിക് ബെനിഫിറ്റ്സ് നമ്മൾ പറയാവുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഗ്രെയിൻ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ അറിയാം എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അതുപോലെ വളരെ ലോ ഗ്ലൈസിമിക് ലോഡാണ്, മൈക്രോ ന്യൂട്രിയൻസ് ഒരുപാടുണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ആധുനിക ലോകത്ത് ഗ്ലൂട്ടൻ കെലാമിറ്റി അല്ലെങ്കിൽ ഗ്ലൂട്ടനുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ മനുഷ്യന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അതുകൊണ്ട് ഫൈബർ റിച്ച് ആയതുകൊണ്ടും ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഗട്ട് ഫ്രണ്ട്ലി ആണ്, പ്രീബയോട്ടിക് ആണ്, പിന്നെ പലതരം മെറ്റബോളിക് റെഗുലേഷനെ സഹായിക്കുന്നതാണ്. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നോക്കുമ്പം HbA1c ഒക്കെ കൺട്രോൾ ചെയ്യാൻ, വലിയ രീതിയിൽ നിയന്ത്രിക്കാൻ മില്ലറ്റ് ഡയറ്റിലൂടെ പറ്റുന്നുണ്ട്. മില്ലറ്റ് ഡയറ്റ് മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഡയറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കണം. മില്ലറ്റ് മാത്രം കഴിക്കുക, മില്ലറ്റ് തീവ്രവാദം ഇതിനൊക്കെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു സസ്റ്റൈനബിൾ സോഴ്സ് എന്നുള്ള നിലക്ക്, ഒരു നല്ലൊരു ബാലൻസ്ഡ് സോഴ്സ് എന്നുള്ള നിലക്ക് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ സാധനങ്ങൾ, 9 തരം മില്ലറ്റുകളാണ് പൊതുവെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിൽ 5 6 തരം മില്ലറ്റുകൾ വളരെ സുലഭമായി മിക്കവാറും സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. പിന്നൊന്ന്, മില്ലറ്റ് കഴിച്ചാൽ നമ്മൾക്ക് ഈസി സറ്റേറ്റി ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് എന്താ പറയുക വിശപ്പ് കെടുകയും മനസ്സിനൊരു ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. കാരണം ഗ്ലൈസീമിക് സർജ് അല്ലെങ്കിൽ ഇൻസുലിൻ ഫ്ലക്ച്വേഷൻ, ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ മൈൻഡ് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. സ്വാഭാവിക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ഉണ്ടാവുന്ന ഈ ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാവുന്ന മെന്റൽ ഡൾനെസ്, പോസ്റ്റ് പ്രാൻഡിയൽ ഡൾനെസ് ഒന്നും യഥാർത്ഥ മില്ലറ്റ് ഫുഡിൽ പൊതുവേ ഉണ്ടാകാറില്ല എന്നുള്ളത് വേറൊരു ഭാഗം. പിന്നെ ആസ് എൻ എക്കോളജിക്കൽ ഫാക്ടർ, അത് ലോ വാട്ടർ ക്രോപ്പാണ്, ഒരുപാട് വെള്ളം വേണ്ട, ക്ലൈമറ്റ് റെസിലിയൻ്റ് ആണ്, ഫാമർമാർക്ക് ഒരുപാട് നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് ഫുഡ്. കാരണം നമ്മൾ ഇന്നത്തെ ഫാമേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കൃഷി നടത്തിയാൽ തകർന്നു പോകുന്നുള്ളതാണ്. മില്ലറ്റിൻ്റെ കാര്യത്തിൽ ഓവർ ഹൈഡ്രേഷൻ അതിന് പറ്റില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ, ഒരുപാട് മഴയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ പറ്റില്ല, നീരൊഴുക്ക് നന്നായി വേണ്ടതാണ്. അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പൊതുവേ മില്ലറ്റ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് കൂടിയാണ്. കേരളത്തിൽ ഒരുപാട് മില്ലറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് നേരെ ബന്ധമുള്ള ആളെന്നുള്ള നിലക്ക് എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചില അറിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതുപോലെ ഫുഡ് സെക്യൂരിറ്റി, മനുഷ്യൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്വാളിറ്റി, ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളുടെ അപര്യാപ്തത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയും ഇന്റർനാഷണൽ ഫുഡ് ഫോറം ഓഫ് ഫുഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനെ പുതിയ ലോകത്തിന്റെ ഫുഡ് എന്നുള്ള നിലക്ക് തന്നെ കണ്ടെത്തിയിരിക്കുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. പിന്നെ നമ്മുടെ പുതിയ കാലത്തെ മോഡേൺ ഗ്രെയിൻസ് നമ്മൾ വിളിക്കുന്ന പോളിഷ്ഡ് റൈസുകൾ, റിഫൈൻഡ് വീറ്റുകൾ, നമ്മുടെ അരിയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നതൊന്നും അരിയല്ല. അല്ലെങ്കിൽ നമ്മുടെ സാമ്പ്രദായികമായി നമ്മൾ കിട്ടിയിരുന്ന അരിയെ എല്ലാ രീതിയിലും ഇല്ലാണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോറിറ്റോ എഫക്റ്റ്.
പോലെ അതിന്റെ എല്ലാ നന്മകളും നശിപ്പിച്ചിട്ട് എന്തൊക്കെയോ അതിലേക്ക് ഫോർട്ടിഫൈ ചെയ്തിട്ട് കയറ്റിയിട്ടൊക്കെ കിട്ടുന്ന സാധനമാണ്. മില്ലറ്റിനെ ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ ഡെൻസിറ്റിയിൽ നമ്മുടെ അരിയൊക്കെ വളരെ ലോ ഫൈബർ ആണ്. അല്ലെങ്കിൽ റിഫൈൻഡ് വീറ്റ് ആണെങ്കിൽ ഫൈബർ വളരെ കുറവാണ്, മിനറൽ കണ്ടന്റ് വളരെ വളരെ കുറവാണ്, പ്രോട്ടീൻ ക്വാളിറ്റി വളരെ മിനിമൽ ആണ്. പിന്നെ പലപ്പോഴും എന്തെങ്കിലും ന്യൂട്രീഷൻ അതിലുണ്ടെങ്കിൽ അത് കൃത്രിമമായി ആർട്ടിഫിഷ്യലായി ഫോർട്ടിഫൈ ചെയ്തതാണ്. മില്ലറ്റിലാണെങ്കിൽ ഇതൊക്കെ തിരിച്ചുമാണ്. സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, അങ്ങനെയുള്ള അതുപോലെ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരുപാട് പോളിന്യൂട്രിയൻസും പോളിഫിനോൾസും ഉള്ളതാണ്. ഇനി ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡ് ഈ അരിയുടെ അതുപോലുള്ള വീറ്റിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മില്ലറ്റ് ഈസ് എ ക്ലിയർ വിന്നർ ഇൻ ദിയർ. വളരെ വ്യക്തമായ ഒരു അഡ്വാൻറ്റേജ് GI വാല്യൂലും ഗ്ലൈസമിക് ലോഡ് പോലുള്ള സംഭവങ്ങളിലുണ്ട്. പിന്നെ പ്രോസസ്സിങ്, ഹൈ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന മിക്കവാറും ഗ്രെയിനുകളുടെ സംഭവങ്ങൾ. ബ്ലീച്ചിങ്ങും റിഫൈനിങ്, പോളിഷിങ്, അതിനുശേഷം അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പല രീതിയിലുള്ള അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അതിനെ ഫോർട്ടിഫൈ ചെയ്യുന്നു, പല രീതിയിലുള്ള സാധനങ്ങൾ, അയണും സിങ്കൊക്കെ കൃത്രിമമായി കുത്തിച്ചേർക്കുന്നു. അത് ദത്തമായി നമുക്ക് കിട്ടുന്ന സംഭവങ്ങളായിട്ട് ഒരു രീതിയിൽ നമുക്ക് അതിന് തുലനം ചെയ്യാൻ പറ്റില്ല. അടുത്തത് സസ്റ്റൈനബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് മാത്രമേ ഈ പറയുന്ന മില്ലറ്റുകൾ ഉണ്ടാക്കുന്നുള്ളൂ. മറിച്ച് സോയിൽ ഡിപ്ലീഷനും ഫെർട്ടിലൈസേഷൻ്റെ ഉപയോഗം, പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം വഴി നമ്മുടെ സാമ്പ്രദായികമായ ക്രോപ്പുകൾ പലപ്പോഴും വലിയ രീതിയിലുള്ള ഡാമേജ് ആണ് എൻവയൺമെന്റിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ മില്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില അബദ്ധ ധാരണകൾ മുമ്പിൽ വരാറുണ്ട്. നമ്മളെല്ലാവരും മില്ലറ്റ് എന്ന് പറയുന്നത് ഒന്ന് എത്തിച്ചുടിക്കും. ഞാൻ പലപ്പോഴും പലയിടത്തും പറയുമ്പോഴും മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭാവം എനിക്ക് കാണാറുണ്ടായിരുന്നു. പലരും ചിന്തിക്കുന്നത് മില്ലറ്റ് പക്ഷികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്നലെയും ഒരാളിനോട് പറഞ്ഞു മില്ലറ്റ് ഗ്രാമങ്ങളിൽ പട്ടിണിക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതൊരു ഫാഷൻ ഫുഡോ അല്ലെങ്കിൽ ആധുനിക മനുഷ്യന് വേണ്ട ഒരു ഫുഡൊന്നും അല്ല, വലിയ കാര്യമൊന്നുള്ള സാധനമൊന്നുമല്ല. അത് വളരെ ഗ്രാമങ്ങളിൽ കൊടുക്കുന്നത് പക്ഷികൾ കഴിക്കുന്നുണ്ടും ഗ്രാമീണർ കഴിക്കുന്നുണ്ടും വലിയ ന്യൂട്രീറ്റീവ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയും കൂടി നമ്മുടെ ഭാഗമുണ്ട്. പിന്നെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാനും ദഹിക്കാനും ഉണ്ടാക്കാനും എന്നുള്ള ഒരു ചിത്രം കൂടി അതിലുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ കൃത്യമായ രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യുകയും അതിനെ പാകം ചെയ്യുകയാണെങ്കിൽ ഇത് കഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. അതുപോലെ രീതിയിലുള്ള ഇൻടോളറൻസ് മാറി അർത്ഥത്തിൽ ഉണ്ടാക്കില്ല. പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതുപോലെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രിപ്പറേഷൻ, സാധാരണ ഈ ഫാസ്റ്റ് ഫുഡ് ചിന്ത ഉള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ അരി വാങ്ങുന്നു, കഴുകുന്നു, ഇടുന്നു, വേവുന്നു, 1-2 വിസിലിൽ അത് ചോറായി മാറുന്നു. ഇങ്ങനെ കുറുക്ക് വഴികളൊന്നും മില്ലറ്റിലില്ല. മനുഷ്യനും ആരോഗ്യത്തിന് ഉപകാരം കിട്ടണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വഴിയിലേ നമ്മൾ പോകേണ്ടി വരും. അവിടെ പലപ്പോഴും മില്ലറ്റിനെ നമ്മൾ സോക്ക് ചെയ്യേണ്ടി വരും. പിന്നീട് അതിനെ നമ്മൾ ജേർമിനേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജേം ചെയ്യണമെന്നില്ല, അല്ലാതെ നമുക്ക് കഴിക്കാം. സ്പ്രൗട്ട് ചെയ്യാതെയും കഴിക്കാൻ പറ്റും. സ്പ്രൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ മില്ലറ്റ് ആസ് സച്ച് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അതിനെ സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വലിയ രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് അതിനെ പല രീതിയിലുള്ള ഫെർമെന്റേഷൻ പ്രോസസ്സിന് വേണമെങ്കിൽ വിധേയമാക്കാം. ഇതൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ നാച്ചുറൽ പ്രോസസ്സും കൂടിയാണ്. ഇതൊക്കെ ഈ പറയുന്ന കൃത്രിമ പ്രോസസ്സിങ് സിസ്റ്റം ഒന്നും അല്ല, എല്ലാം നാച്ചുറൽ പ്രോസസ്സിങ് ആണ്. അതിലൂടെ ഇതിൻ്റെ പോഷക സാധ്യതകൾ വളരെ വളരെ വളരെയേറെ കൂടുകയാണ്. അത് നമ്മൾ സോക്ക് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അതിനെ സ്പ്രൗട്ട് ചെയ്യുന്നു, പിന്നീട് ഇതെല്ലാം എസെൻഷ്യൽ അല്ല. സോക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നീട് സ്പ്രൗട്ട് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അതിനെ ഫെർമെന്റ് ചെയ്യുന്നു. ഫെർമെന്റേഷന് ശേഷം നമുക്ക് പല രീതിയിലും കുക്ക് ചെയ്തിട്ടും അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. പലപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് നോട്ട് മോഡേൺ ഇനഫ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പഴയ സാധനങ്ങളാണ് കഴിക്കുന്നത്. പഴയ മനുഷ്യന്റെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് തരം മില്ലറ്റുകൾ കഴിച്ചിരുന്നു. പിന്നീട് നമ്മൾ മോഡേൺ ആയപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ ഭക്ഷണ തളികയിൽ നിന്ന് ആരൊക്കെയോ എടുത്തു മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ഫുഡിന്റെ വലിയ ഒരു ആശാനാണെങ്കിൽ, വലിയൊരു ഡൈഹാർഡ് ഫാൻ ആണെങ്കിൽ മില്ലറ്റ് നമ്മൾക്ക് പറഞ്ഞ സാധനമല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. പക്ഷെ ഇഫ് യു ആർ മൈൻഡ്ഫുൾ, ഇഫ് യു വോണ്ട് ടു ഈറ്റ് റിയൽ ഫുഡ്, യഥാർത്ഥത്തിലുള്ള പോഷക സമ്പുഷ്ടമായ നല്ല ഫുഡ്, കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മില്ലറ്റ് ഈസ് എ വെരി ഗുഡ് ചോയ്സ്. വളരെ നല്ലൊരു ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ മില്ലറ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്.
നമുക്ക് കാർബിന്റെ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള മില്ലറ്റ് സ്വാപ്പുകൾ പറ്റും. പല രീതിയിലുള്ള മില്ലറ്റുകളെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് പിന്നെ മില്ലറ്റുകൾ ബാണിയാർഡ് മില്ലറ്റ്, എന്താണ് ബ്രൗൺ ടോപ്പ്, പേൾ മില്ലറ്റ്, ഫോക്സ് ടെയിൽ, ഇങ്ങനെ പല രീതിയിലുള്ള മില്ലറ്റുകളാണ്. ഇത് മാറി മാറി നമ്മൾ അരി കഴിക്കുമ്പോൾ നമ്മൾ ഒരു തരം അരി മാത്രമേ കഴിക്കുന്നുള്ളൂ. മില്ലറ്റ് എന്ന് പറയുമ്പോൾ 8 or 10 മില്ലറ്റുകൾ, 9 തരം മില്ലറ്റുകൾ നമ്മൾ കഴിക്കാറുണ്ട് മനുഷ്യർ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ. യഥാർത്ഥത്തിൽ ഒരു 5 or 6 മില്ലറ്റുകൾ സുലഭമായി ലഭ്യമാണ്. അപ്പൊ ഈ മില്ലറ്റുകൾ നമ്മൾക്ക് പല രീതിയിൽ മാറ്റി കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡൈവേഴ്സിറ്റിയുടെ വലിയൊരു റിക്വയർമെന്റ് അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് പല രീതിയിലും മില്ലറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ മില്ലറ്റ് മിഷൻ ഇന്ത്യ, മില്ലറ്റ് മിഷൻ കേരള ഇടയ്ക്ക് എന്താ പറയുക, ആഭിമുഖ്യത്തിൽ പലതരം മില്ലറ്റ് പ്രൊമോഷൻ പരിപാടികളും ഇൻവെസ്റ്റ്മെന്റുകളും പല എന്താണ് സ്റ്റേറ്റ് സെൻട്രൽ ഏജൻസികളും കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തും ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പല രീതിയിലുള്ള മില്ലറ്റ് എന്താ പറയുക സംരംഭക പദ്ധതികൾ കേരളത്തിലുണ്ട്. പിന്നെ മില്ലറ്റ് മിഷൻ കേരളയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. പിന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി മെനൂസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഡയബറ്റീസിന് മൊത്തത്തിൽ ഗ്രെയിൻസ് വലിയ ചാലഞ്ച് ആണെങ്കിലും, അതുപോലെ പലപ്പോഴും ആളുകൾ തീവ്രമായ കീറ്റോ ഡയറ്റിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ഒരു പ്രോട്ടോകോൾ അങ്ങനെയാണ്. ഒരു ഇൻഡക്ഷൻ ഫേസിൽ പലപ്പോഴും നമ്മൾ കീറ്റോ സപ്പോർട്ടഡ് ഡയറ്റ് പറയുകയാണ്, അല്ലെങ്കിൽ LCHF നമ്മൾ പറയാറുണ്ട്. പക്ഷേ ലോങ് ടേമിലുള്ള അന്ധമായ കീറ്റോ അല്ലെങ്കിൽ LCHF പ്രൊമോഷൻ നമ്മൾ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല. അതിന് പകരം ഒരു ഘട്ടം കഴിഞ്ഞാൽ മില്ലറ്റ് പോലുള്ള നല്ല ധാന്യങ്ങളും കൂടി കൊണ്ടുവന്ന് ഫാറ്റിന്റെയും പ്രോട്ടീനിന്റെയും നല്ല കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ബാലൻസിലൂടെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണ് ലോങ് ടേമിൽ മനുഷ്യന് നല്ലത്. അതുപോലെ പല രീതിയിലുള്ള പ്രോട്ടോകോൾ നമുക്ക് ഇത്തരം മില്ലറ്റ് ഡയറ്റിൽ നമ്മൾക്കുണ്ട്. അതൊക്കെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. അപ്പം മില്ലറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്തി ഫുഡിന്റെ 4 dimensions ഓഫ് ഹെൽത്തി ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ. ബയോളജിക്കൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള, എൻവയറമെന്റൽ ആയിട്ടുള്ള, അതുപോലെ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഡയമെൻഷൻസിലേക്ക് നമുക്ക് നോക്കിയാൽ ആ 4 പ്രധാനപ്പെട്ട, പലപ്പോഴും പല ഫുഡുകളും 1 or 2 ഡയമെൻഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും 3ഉം 4ഉം അതിൽ നിന്ന് തെറിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഈ 4 തരം ഡയമെൻഷൻസിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് മില്ലറ്റ് പോലുള്ള ധാന്യങ്ങളുടെ അത്ഭുതകരമായ ഒരു പ്രത്യേകത. അതിൽ ബയോളജിക്കൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മില്ലറ്റ് ഇസ് എ ഹോൾ ഗ്രെയിൻ. മില്ലറ്റ് പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, ഇന്നും പ്രോസസ്സിങ്ങിന്റെ സൂത്രപ്പണികൾ കയറിയിട്ടില്ലാത്തൊരു മേഖലയാണ്. ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ജയന്റുകൾ അതിലേക്ക് വന്നു കഴിഞ്ഞു. മില്ലറ്റും പ്രോസസ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡൊക്കെ ആയിട്ട് മാറും, അത് യാതൊരു സംശയവുമില്ല. അപ്പോഴും അൺപ്രോസസ്ഡ് ഫുഡിലൂടെ നമുക്ക് ഇത്തരം സാധനങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എത്ര സമയം ബാക്കിയുണ്ട് ഡോക്ടറെ? ഇനി 15 മിനിറ്റ് ഉണ്ട്. അതിൽ 5 മിനിറ്റ് ഡിസ്കഷന് കൊടുക്കാം. ഓക്കെ. ഞാൻ 1-2 സ്ലൈഡും കുറച്ചും കൂടി ഉള്ളു, നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ബയോളജിക്കൽ ആയിട്ടുള്ള ഹോളാണ് മില്ലറ്റുകൾ, പ്രോസസ്ഡ് അല്ല എന്നുള്ളതാണ്. പിന്നെ ഫൈബർ, ഒരുപാട് തരത്തിലുള്ള ഫൈബർ, അതായത് സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബർ ഉള്ളതാണ്. ന്യൂട്രീഷൻ ഒരുപാടുണ്ട്. അത് ബയോളജിക്കലി എല്ലാ അർത്ഥത്തിലും എല്ലാ പാരാമീറ്ററും മില്ലറ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ എൻവയൺമെന്റൽ, മില്ലറ്റ് സീസണൽ ക്രോപ്പാണ്. അതുപോലെ ഏത് കാലാവസ്ഥയിലും ഏത് മണ്ണിലും അത് വളരും. വെള്ളത്തിന്റെ ഒരു തോത് നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ, അതുകൊണ്ട് ഒരുപാട് വെള്ളമുള്ള സ്ഥലങ്ങളും വേണമെന്നില്ല. അതൊരു സ്റ്റേഡി ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ആണ്. ജലത്തിന്റെ ഉപഭോഗം കുറയുന്നതുകൊണ്ട് സസ്റ്റൈനബിൾ ആണ്. അതുപോലെ എത്തിക്കൽ സോഴ്സിങ്, ഇന്നത്തെ ഒരു സാധ്യത. ഇപ്പോഴും മില്ലറ്റ് കർഷകരും അവരുടെ സോഴ്സിങ്ങിലും വലിയ ഭീമന്മാർ കയറിയിട്ടില്ല. ടാറ്റ പോലുള്ള കമ്പനികളും മറ്റു ചില കമ്പനികളും ആൾറെഡി മില്ലറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ടാറ്റയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതർവൈസ് വലിയ ഭീമന്മാർ കയറാത്തത് കൊണ്ട് തന്നെ എത്തിക്കൽ സോഴ്സിങ് ഇപ്പോഴും മൈക്രോ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ തന്നെയാണ് മില്ലറ്റിന്റെ പലതരം ക്രയവിക്രയങ്ങളും ട്രാൻസാക്ഷനും നടക്കുന്നത്. പിന്നെ കൾച്ചറൽ ട്രഡീഷണൽ വിസ്ഡം, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മലയാളികളും കേരളത്തിലെ ആളുകളും ഇന്ത്യക്കാരും മൊത്തത്തിലും ആഫ്രിക്കക്കാരും ഒക്കെ യൂറോപ്പ് പോലുള്ള ചില സ്ഥലങ്ങൾ ഒഴിച്ച്, യൂറോപ്പിലും പല സ്ഥലങ്ങളിലും മില്ലറ്റ് കൃഷികൾ നടക്കുന്നുണ്ടായിരുന്നു. മില്ലറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കീഴ്വഴക്കവും ട്രഡീഷനും നമുക്കൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ അതൊക്കെ നമുക്ക് പല രീതിയിൽ നഷ്ടപ്പെടുകയാണ്. മില്ലറ്റ് ആ ട്രഡീഷണൽ വിസ്ഡത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. പലതരം ഫാമിലി മീലുകൾ, അതുപോലെ ഈ പറയുന്ന കൾച്ചറൽ ഫ്ലേവറുകൾ മില്ലറ്റിന്റെ ഭാഗമാണ്. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചിരുന്ന സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ മില്ലറ്റിന്റെ വേറൊരു പ്രത്യേകത, ഇത് വളരെ ടഫ് സെല്ലുലോസ് ഉള്ളത് കൊണ്ടും ലിഗ്നിൻ ഉള്ളത് കൊണ്ടും പെക്റ്റിൻ ഉള്ളത് കൊണ്ടൊക്കെ ഇതിന്റെ ച്യൂവബിലിറ്റി, നല്ല ഫുഡിന്റെ ഒരു പാരാമീറ്റർ ദാറ്റ് വിൽ ബി ച്യൂവബിൾ. ഇറ്റ് ഹാസ് എ ലോങ്ങർ ച്യൂവബിലിറ്റി. നല്ല ഫുഡ് കുറച്ചും കൂടി ചവക്കാൻ നമുക്ക് പറ്റും. ചവറ് ഫുഡ് നമ്മൾ വായിലിട്ടാൽ അത് അങ്ങോട്ട് കുത്തിക്കയറി ഇറങ്ങിപ്പോകും, നമുക്ക് ചവക്കാനൊന്നൊരു ചാൻസ് കിട്ടില്ല. അപ്പൊ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് ച്യൂവബിലിറ്റിയാണ്. അതുകൂടാതെ അതിന്റെ സോക്കിംഗ്, സ്പ്രൗട്ടിങ്, ഫെർമെന്റിങ് ആൻഡ് ച്യൂയിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും ഭക്ഷണവും തമ്മിൽ ഉള്ള എൻഗേജ്മെന്റിലൂടെ നമ്മൾ തമ്മിലൊരു കണക്ഷനിലേക്ക്, ഫുഡ് ആസ് എ കണക്റ്റിംഗ് തിങ്. പലരും ചിലപ്പോൾ അത് ഇടപെടുന്നുണ്ടാവും. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു അമ്മയും അടുക്കളയും എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ പല പ്രോസസ്സിലും കുടുംബത്തിൽ പലർക്കും ഇടപെടാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ഇൻവോൾവ്മെന്റിലൂടെ, എൻഗേജ്മെന്റിലൂടെ നമ്മൾ ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ സൂപ്പർ സ്പീഡിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളുടെ ഏറ്റവും വലിയ ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായ സ്പീഡാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരു ഫാസ്റ്റ് കൾച്ചറാണ് നമ്മുടേത്, എല്ലാ അർത്ഥത്തിലും. അത് നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ ഫുഡുകൾ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും, ഫാസ്റ്റ് റീഡിങ്, ഫാസ്റ്റ് തിങ്കിങ്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഫാസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മില്ലറ്റ് നമ്മളെ സഹായിക്കുന്നു. കാരണം പറയുന്ന ഇൻവോൾവ്മെന്റിലൂടെ, മൈൻഡ്ഫുൾനെസ്സിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചവക്കുക എന്നതിലൂടെയൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നത് ഒരുതരം ഹോളിസ്റ്റിക് സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്കാണ്. അതുപോലെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ഗിൽട്ടും സ്ട്രെസ്സും ഉണ്ടാവില്ല. അപ്പൊ പലപ്പോഴും ചവറ് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഈ പറയുന്ന ഗിൽട്ട് അല്ലെങ്കിൽ കുറ്റബോധം. അപ്പോ ഇതൊക്കെയാണ് മില്ലറ്റിൽ നമ്മൾക്ക് ലഭ്യമാകുന്ന ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട ഫ്രെയിം വർക്കുകളെയും, ഹെൽത്തി ഫുഡിന്റെ 4 ഡയമെൻഷൻസിന്റെ ഫ്രെയിം വർക്കിനെ എല്ലാ അർത്ഥത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മില്ലറ്റ് ഫുഡിന്റെ, ചെറുധാന്യങ്ങളുടെ പ്രത്യേകത. പിന്നെ അടുത്തത് നമ്മുടെ ഈ പറയുന്ന ഫുഡിൽ നമുക്കുണ്ടായിരുന്ന കായോസ് നമ്മൾ ക്ലാരിറ്റിയിലേക്ക് പോകുമ്പോൾ ചില ഫ്രെയിം വർക്കും ആക്ഷനബിൾ ഫ്രെയിം വർക്കും ഒക്കെ ആവശ്യമാണ്. ജനറലി അപ്പാർട്ട് ഫ്രം മില്ലറ്റ്, അത് നമ്മൾ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്, റിയൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അവിടെയും മില്ലറ്റ് ഒരു ചാമ്പ്യനാണ്. ഒരുപാട് റിയൽ ഫുഡുകളുണ്ട്, നല്ല പച്ചക്കറികൾ, നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫലവർഗ്ഗങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് റിയൽ ഫുഡിലേക്ക് നമുക്ക് എത്താം. കാരണം നമ്മുടെ 70% അല്ലെങ്കിൽ 80% ഇൻഡസ്ട്രിയലൈസ്ഡ് ഫുഡാണ് സൂപ്പർ മാർക്കറ്റ്. 20% അപ്പോഴും നമുക്ക് നല്ല ഫുഡുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കുക, ലേബിള് വായിക്കാൻ ശ്രമിക്കുക. അത് ലോക്കൽ ഫുഡുകൾ, നമ്മൾ സീസണൽ ഫുഡുകളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. സീസണൽ ഫുഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്ലേറ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്ലേറ്റിൽ ഒരു കുന്നു ചോറ്, ഒരു മൂലയിൽ ഇച്ചിരി കറി, ഇങ്ങനെയൊക്കെയാണ്. അവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഒരു താലി കഴിക്കുമ്പോഴൊക്കെ അവിടെ 4-5 സാധനങ്ങളുണ്ട്. അവിടെയും 2 കാര്യമേ ഉണ്ടാവുള്ളൂ, കുറച്ച് പച്ചക്കറികളും കുറച്ച് മിക്കവാറും കാർബോഹൈഡ്രേറ്റ് ആണ്. മറ്റ് സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവില്ല. അപ്പം ഡൈവേഴ്സിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ റിഥവും മോഡറേഷൻ. നമ്മുടെ ശരീരത്തിന് ഒരു റിഥമുണ്ട്. ആ റിഥം അനുസരിച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് കഴിക്കണം, ഉച്ചക്ക് എന്ത് കഴിക്കണം, രാത്രി എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ബയോളജിക്കൽ റിഥം നമ്മൾക്കുള്ളത് കൊണ്ട് തന്നെ ആ റിഥത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അതുപോലെ കൃത്യമായ പർപ്പസ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ലൈഫിന്റെ പർപ്പസിലേക്ക് കണക്ട് ചെയ്യുകയും മെറ്റബോളിക് പർപ്പസിൽ കണക്ട് ചെയ്യുകയും ലോങ് ടേമിനുള്ള ആരോഗ്യത്തിന് നമ്മൾ ഈ ഫുഡ്, ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, എന്ത് പർപ്പസാണ് ഞാൻ ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് ഒരു റിയൽ ഫുഡായിട്ട് മാറും. അതുപോലെ ഒരു ബാലൻസ്ഡ് പ്ലേറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറാം. ജിമ്മിൽ പോകുന്ന ഒരാളുടെയും പ്ലേറ്ററിൽ വ്യത്യാസം വരാം. ഹാഫ് വെജിറ്റബിൾസ്, ഒരു ക്വാർട്ടർ ക്ലീൻ പ്രോട്ടീൻ, ഒരു ക്വാർട്ടർ ഹോൾ ഗ്രെയിൻ, വേറൊരു ക്വാർട്ടറിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിന് പകരം ഹെൽത്തി ഫാറ്റും ഫെർമെന്റഡ് ഐറ്റംസ് ഒക്കെ ആവാം. അങ്ങനെ
പല രീതിയിലുള്ള കോമ്പിനേഷൻസിലൂടെ നമുക്ക് ഈ ഒരു ബാലൻസ്, ഈ പറയുന്ന 4 ഐറ്റംസിന്റെ ബാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇത് പറയുന്നത് എന്താണ്, ഫുഡ് ഡിലമ്മയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ് ഇതിന്റെ ആൻസർ എന്നുള്ളതാണ്. നമ്മൾ ഫുഡ് ഡിലമ്മ പറയുമ്പോഴും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിളാണ്. പരമാവധി നമ്മൾ പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, പ്ലാന്റും പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ട്രഡീഷണൽ ഗ്രെയിൻസ്, മില്ലറ്റ് പോലുള്ള ഗ്രെയിൻസുകൾ, ലെൻറ്റിലുകൾ, ലെഗ്യൂമുകൾ പോലുള്ള സംഭവങ്ങൾ, പിന്നെ നട്ടുകൾ, സീഡുകളൊക്കെ, പിന്നെ റിയൽ ഫാറ്റ് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് വിശദമായി വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫെർമെന്റഡ് ഫുഡുകൾ, ഇതൊക്കെയാണ് പ്രോ ഹെൽത്തി ഫുഡുകൾ. ഇതൊക്കെ പരമാവധി കഴിക്കുക, കൃത്യമായൊരു പേർപ്പസ് ഉണ്ടാവുക. എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വെറുതെ വയറ് നിറക്കാനല്ല, നമ്മൾ രോഗങ്ങളോടുള്ള പടവെട്ടലാണ്. ഓരോ മരുന്നും രോഗത്തിന് കാരണമാവാം, രോഗത്തിന്റെ പ്രതിരോധവും ആകാം. ഒരു ഭാഗത്ത് ഫുഡ് രോഗത്തെ വിളിച്ചു വരുന്നതാവാം, മറുഭാഗത്ത് നല്ല ഫുഡ് രോഗം വരുന്നതിൽ നമ്മളെ തടയുന്നതുമാവാം. അതുപോലെ നമ്മൾ ഈ ഫുഡ് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കുട്ടികളെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡ് നമ്മൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ രക്ഷിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഫുഡുകൾ നമുക്ക് കൊണ്ടുവരും. അത് നമ്മുടെ ചോയ്സാണ്. കുട്ടികൾക്ക് അറിയില്ല. അവർ ഈ പറയുന്ന കാര്യങ്ങളെ കണ്ട് ബോധമില്ലാതെ അവരും ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡിലേക്കും ജങ്ക് ഫുഡിലേക്കും അവർ പോയേക്കാം. പക്ഷെ നമ്മളുടെ അവയർനെസ് വെച്ച് വി ഷുഡ് പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ ഫ്രം ഓൾ ദീസ് ബാഡ് ഫുഡ്. ആൻഡ് വി ആർ പ്രിസർവിങ് സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫുഡ് വിസ്ഡം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു സിവിലൈസേഷനും കൂടിയാണ്, ഒരു കൾച്ചറാണ്, ഒരു നാഗരികതയാണ്. നമ്മൾ ആ സിവിലൈസേഷനിലൂടെ വരുന്ന ഫുഡിലുണ്ടായ മാറ്റങ്ങളെ കണ്ടു. പുതിയ നാഗരികതയിൽ ഫുഡ് അങ്ങേയറ്റത്തും അധമമായ ഫുഡാണ്. അതിനെ തിരുത്തി പ്രോ സിവിലൈസേഷൻ ഫുഡിലേക്ക് എത്താൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അതുപോലെ നമ്മൾ മനുഷ്യന്റെ ഡിഗ്നിറ്റി, കോർപ്പറേറ്റ് മാനിപ്പുലേഷന് അഗെയിൻസ്റ്റ് പകരം നമ്മൾ ഡിഗ്നിറ്റി നമ്മൾ സേവ് ചെയ്യണം. നമ്മൾ കോർപ്പറേറ്റ് മാനിപ്പുലേഷന്റെ പാവകളായി മാറരുത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു സംഭവമാണ്, നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ ഒരു സഞ്ചയം ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു കളക്റ്റീവ് സ്പീഷീസ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആളുടെയും എന്താ പറയുക ഭക്ഷണ രീതിയും ചിന്താ രീതിയൊക്കെയാണ്. നമ്മുടെ ഓരോ ആളുടെയും ലൈഫ് ആണ് നമ്മുടെ സ്പീഷീസിന്റെ മൊത്തം എന്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈൽ വി ഈറ്റ് ബാലൻസ്ഡ് ഫുഡ്, വൈൽ വി ഈറ്റ് ഗുഡ് ഫുഡ്, വൈൽ വി ഈറ്റ് ഫുഡ് ലൈക്ക് മില്ലറ്റ് പോലുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്വയം തന്നെ ബയോളജിക്കലി സ്റ്റേഡി ആവുകയാണ്, ബയോളജിക്കലി സ്ട്രോങ് ആവുകയാണ്, ബയോളജിക്കലി കമ്പാറ്റബിൾ ആവുകയാണ്. അങ്ങനെ ബയോളജിക്കലി സ്ട്രോങ് ആയിട്ട് കമ്പാറ്റബിൾ ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേഡി സ്പീഷീസിന്റെ ഒരു ഇവല്യൂഷനിലേക്കാണ്. അല്ലാതെ ഒരു ചണ്ടിയായ പുതിയൊരു മനുഷ്യനെ ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ ബയോളജിക്കൽ മാനങ്ങളൊക്കെ നമ്മുടെ ഫുഡിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫുഡ് വിൽ സാറ്റിസ്ഫൈ ഇറ്റ്സ് പേർപ്പസ് വൈൽ വി അഡ്രസ് ഓൾ ദീസ്. നമ്മൾ ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ്, ഈ ചിന്തകളൊക്കെ മനസ്സിലുണ്ടാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പേർപ്പസ് നമ്മൾ നിറവേറ്റുന്നത്. ഇത്തരം പർപ്പസിലൂടെ, ഇത്തരം ചിന്തയിലൂടെ, ബോധ്യത്തിലൂടെ വേണം നമ്മൾ ഫുഡിനെ സമീപിക്കാനെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നന്ദി നജീബ് ഡോക്ടറെ. ഭക്ഷണം വെറുതെ വയറ് നിറയ്ക്കാനല്ല, രോഗങ്ങളുടെ പ്രതിരോധത്തിനും കൂടി ആയിരിക്കണം എന്ന ഒരു നല്ല ഒരു പോയിന്റാണ് ഡോക്ടർ നമുക്ക് തന്നത്. ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. അമ്പാടി മാഡം ഹാൻഡ് റൈസ് ചെയ്യും. അമ്പാടി മാഡം അഡ്മിറ്റ് ചെയ്യാം. കേൾക്കാമോ? കേൾക്കാം. മറിയാമ്മ ജോൺ പറഞ്ഞ പോലെ ഡോക്ടർ നജീബ് വളരെ നല്ലൊരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ എടുത്തത്. ഇതിന്റെ ആദ്യത്തെ സെഷൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാനത് തീർച്ചയായിട്ടും നാളെ കേൾക്കും. ഇപ്പോഴത്തെ കുട്ടികൾ, എൻ്റെ കൊച്ചുമക്കളും മക്കളും പോലെയുള്ള തലമുറകൾക്ക് അവർ ഡെഫിനറ്റ് ആയിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഈ മില്ലിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞത് ശരിയാ. നമ്മളെയൊക്കെ കൊച്ചിലെ ഞങ്ങളെയൊക്കെ ഇതുപോലെ കൂരവും അതും ഇതൊക്കെ തന്നാണ് ഞങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ അവർ കൊടുക്കുന്നത് പ്രോസസ്ഡ് ഫുഡാണ്.
അത് ഞാൻ പറയും, കുറച്ച് പഞ്ഞപ്പൂരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുറുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്നും നേരമില്ല മമ്മി എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അവരൊക്കെ ഇതൊക്കെ കേട്ടിരിക്കേണ്ടതാണ്. വളരെ നല്ല സെഷനായിരുന്നു. പിന്നെ ഒരു പ്രോട്ടോകോളിനെ പറ്റി നജീബ് പറഞ്ഞു, അത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പിന്നെ ഈ 9 ധാന്യങ്ങളും എവിടെന്നാ കിട്ടുക? ഇത് ഇന്നിപ്പോ പിന്നെ പല വലിയ മാർക്കറ്റുകൾ അത് കിട്ടും. ഇപ്പം സിറ്റീസിൽ കോഴിക്കോട് അല്ലെങ്കിൽ അതുപോലുള്ള, ഇപ്പം ഞങ്ങൾ ഗൾഫിൽ പോലും നമുക്ക് കിട്ടാറുണ്ട്. എറണാകുളത്ത് നിങ്ങൾക്ക് ലുലുവിലൊക്കെ കിട്ടും. ലുലുവിലൊക്കെ ഇതുണ്ട്. പിന്നെ അതല്ലാതെ ഇതിന്റെ കമ്മ്യൂണിറ്റി എറണാകുളത്താണെങ്കിൽ ഈവൻ എറണാകുളത്ത് നിങ്ങൾക്ക് പിന്നെ ഒരു മിസ്റ്റർ മാധവനുണ്ട്. അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ്, മനോഹരമായ റെസ്റ്റോറന്റ്, മില്ലറ്റ് റെസ്റ്റോറന്റ്, അത് ഫോർട്ട് കൊച്ചിയിലാണ്. ഷാജി മാധവൻ. അദ്ദേഹം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മില്ലറ്റ് സോഴ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ഇത് കിട്ടും. നിങ്ങൾ എന്റെ DP-യിൽ വരികയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു നമ്പേഴ്സ്, പുള്ളിയുടെ നമ്പർ. അതുപോലെ ആളുകളൊക്കെ അവിടെ ഉണ്ട്. എറണാകുളത്തൊക്കെ മില്ലറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഇനിയും ഇതുപോലെയുള്ള സെഷനുമായിട്ട് വരണം. ഇപ്പൊ കഴിഞ്ഞ സെഷനിലെ ഡോക്ടർ വേണുഗോപാൽ തന്ന പോലെ ഇത് വളരെ ഇൻസ്പയറിംഗ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. താങ്ക് യു എ ലോട്ട്. നന്ദി അമ്പാടി മാഡം. അടുത്തത് നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. ഓക്കെ, തുടക്കത്തിൽ ആദ്യം ഡോക്ടർ നജീബ്, നിങ്ങളെ കേൾക്കാമോ? കേൾക്കാം. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമോ? ഞാൻ പെട്ടെന്ന് എഴുതിക്കൊള്ളാം. എന്റെ നമ്പർ 052, ദുബായിലാണ്. 052 ഓക്കെ 313 ഓക്കെ 4609. വാട്സാപ്പ് ഉണ്ടോ അതില്? ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ടോക്ക് ഇറ്റ് വാസ് എക്സലന്റ്. ഇറ്റ് വാസ് എക്സലന്റ്. എനിക്ക് ഏറ്റവും ഞാനിത് വളരെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ ഇരുന്നു. എന്റെ ടോക്ക് കഴിഞ്ഞിട്ട് ടോക്ക് വീക്ക് ഇതില് ഇവിടെ ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോ ഒരു ഗവൺമെന്റ് ഓർഡർ വന്നിരിക്കുകയാണ് ഇവിടെ തന്നെ ചില ഇതിനൊക്കെ ബാൻ ചെയ്യാനായിട്ട്. ചില ജങ്ക് ഫുഡ് ഇവിടെ ഫുഡ് സ്റ്റാമ്പ്സും വേറെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് കുറെ സ്റ്റേറ്റുകളിൽ ജങ്ക് ഫുഡ് ബാൻഡ്. നമ്മുടെ എനർജി ഡ്രിങ്ക്സ്, ഈ കാൻഡീസ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളെല്ലാം ബാൻ ചെയ്യാണ്. ഇവിടത്തെയും ആരോഗ്യം പ്രശ്നം കൂടി വരികയാണ്. ഒബീസിറ്റിയും ലോട്ട് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്. ഞാനിവിടെ ചെല്ലുമ്പോൾ ഈ ഫുഡ് ലേബൽ കംപ്ലീറ്റ് വാങ്ങിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ ഇവിടുത്തെ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ക്ലാസ് കേൾക്കാൻ പോയപ്പോഴും അവർ പറഞ്ഞാണ്, ഇഫ് ദി ഇൻഗ്രീഡിയൻസിന്റെ അവിടെ 6-ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കരുത്. ഇഫ് ദി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഷോസ് മോർ ദാൻ 6 ഇൻഗ്രീഡിയൻസ്, ദെൻ അതിൽ കുറെ അൺഹെൽത്തി ആയിട്ടുള്ള കുറെ ഇത് കാണുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇവിടെയാണ് ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ ഹൈ ഫ്രുക്ടോസ് കോൺ സിറപ്പ്. അത് വില മാനുഫാക്ചർക്ക് വളരെ വില കുറവാണ്, നല്ല ടേസ്റ്റ് ആണ്. അതിവിടെ ബ്രെഡിലും ഉള്ള പലതിലും, ഐസ്ക്രീം എല്ലാത്തിലും ഹൈ ഫ്രുക്ടോസ് കോൺ സിറപ്പ്. അത് ഡയബറ്റീസ് എല്ലാം നേരത്തെ വരാനും ഉള്ളതിനെ കുറെ കൂടെ വേർഷൻ ചെയ്യാനും. അപ്പൊ അതൊക്കെ ഇപ്പോഴും അറിഞ്ഞിട്ട് ചിലർ പറയും നോ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് എഴുതും കേട്ടോ. എന്നിട്ട് അവിടെ പറ്റിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അതിന് ഇൻഗ്രീഡിയന്റ് പന്ന നോക്കുന്ന അറിയാം, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, നാച്ചുറൽ ഫ്ലേവർ അല്ല. അപ്പൊ അവിടെയും വേറൊരു കെമിക്കൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഈ നേരത്തെ ആസ് യു സെഡ്, മറ്റേത് വായിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു ലെൻസ്, മാഗ്നിഫൈയിങ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൈൻ പ്രിന്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ടോക്ക്. ഓക്കെ, വെരി ഗുഡ് സർവീസ്. നന്ദി ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാറേ. ഇനി നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. ഹലോ. സംസാരിച്ചോ? കേൾക്കുന്നുണ്ടെങ്കിലും നെറ്റ് പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോ. സാറിന്റെ സ്പീച്ച് വളരെ വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു സ്പീച്ച് തന്നെയായിരുന്നു. അതില് നമ്മളെ റെഡ്ഡിയാർ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ 1-2 സവിശേഷതകൾ നമ്മള് പറയാൻ പോയതാണ്. അപ്പൊ അത് സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് ഇപ്പൊ എന്നും വീട്ടിലെ ആഹാരം തന്നെ കിട്ടിയെന്നിരിക്കില്ല. പുറത്തു പോയി വല്ലതും കഴിക്കാത്ത ഒരു ഫുഡ് എവിടെ കിട്ടി എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അല്ലെങ്കിൽ അതിൽ മായമുണ്ടോ മായമില്ലേ
നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ മിനറൽ വാട്ടർ വാങ്ങിച്ചാൽ തന്നെ അതിനകത്ത് ഈക്കോളൈ ബാക്ടീരിയ ഉണ്ടായെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയണത്. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വാങ്ങിച്ച് കുടിക്കാതിരിക്കാൻ ഒക്കുമോ? അപ്പൊ ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഇതിനകത്തുള്ള മായങ്ങൾ എന്താണ് എന്നറിയാൻ നമുക്ക് എന്താണ് വഴി? സാർ അതൊന്ന് വ്യക്തമാക്കി തന്നാൽ മതി. പിന്നെ അതുപോലെ എറണാകുളത്ത് ഒരു കടയുടെ കാര്യം സാർ പറഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്ത് എറണാകുളത്ത് വാങ്ങിക്കോ? തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കട ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. നോക്കട്ടെ, എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. മില്ലറ്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, അത് എനിക്ക് പറഞ്ഞുതരാം. അതെ, അതൊന്ന് പറഞ്ഞു തരണം. ആ കടയും പറഞ്ഞു തരണം. പിന്നെ നമുക്ക് ഈ ഫുഡ് നമുക്ക് എങ്ങനെ ഇപ്പൊ കരിക്ക് വാങ്ങിച്ച് കുടിക്കാന്ന് വെച്ചാലും അതിനകത്ത് ഒരുപാട് തെങ്ങിന്റെ മൂട്ടില് പല വിഷങ്ങളും കുത്തിവെക്കുന്നെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാം സാറേ? സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇവിടെ നമ്മൾ എങ്ങനെ ഇത് തിരിച്ചറിയും? നമ്മൾ എവിടെ കയറി എന്ത് കഴിക്കും? ഇത് തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരു ലാബുമായിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയൊരു പരിമിതി തന്നെയാണ്. മറിച്ച് നമുക്ക് ചെയ്യാവുന്നത് പരമാവധി ഇത്തരം സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. ലേബിൾ പഠിക്കാൻ ഉള്ള ലേബിൾ വായിക്കൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ ഇതിനെക്കുറിച്ച് ഇതിന്റെ പരമാവധി അത്തരം പ്രോസസ്ഡ് ഫുഡുകൾക്ക് പകരം സിമ്പിൾ ഫുഡുകൾ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, യാത്രയിൽ വീട്ടിലുണ്ടാക്കിയ ഫുഡുകൾ കൊണ്ടുപോകാം. അതുപോലെ വെള്ളം തിളപ്പിച്ച് ചൂടാക്കിയിട്ട് വീട്ടിലത്തെ കിണറിന്ന് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നത്ര ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വെള്ളം വാങ്ങുമ്പോൾ ഞാൻ ബിസ്ലറിയുടെ വെള്ളം വാങ്ങിക്കും. കാരണം ഓസോൺ ആണ് അതിൻ്റെ എന്താണ് അത് കിട്ടുന്ന സ്ഥലത്ത്. പലപ്പോഴും അത് പലതും കിട്ടില്ല. കാരണം അവിടെ അവർ യൂസ് ചെയ്യുന്നത് എന്താണ് ഓസോൺ ആണ്, മറ്റേ ക്ലോറിൻ അല്ല. അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ, പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചില റിസർച്ചുകളും പഠനങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടി വരും. വെള്ളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ വെള്ളം ഏതൊക്കെ രീതിയിൽ എന്നുള്ളതൊക്കെ ചില ബേസിക് പഠനങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഓസോൺ വെള്ളം ബിസ്ലറി എന്ന് പറഞ്ഞ ബിസ്ലറി തന്നെയാണ് ഇന്ത്യയിലെ ഓസോൺ ഫോറം ഇന്ത്യയുടെ പാട്രണും അതേ കമ്പനി തന്നെയാണ്. പാർലെ എന്ന് പറയുന്ന കമ്പനി പാർലെയാണ്. അപ്പം ഓസോൺ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ ഉണ്ടാവില്ല, പക്ഷെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഡിസിൻഫെക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഓസോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ ഇല്ലാതെ അല്ലെങ്കിൽ അതുപോലുള്ള ബ്ലീച്ചിങ് ഏജന്റ് ഇല്ലാതെ ക്ലീൻ വാട്ടർ കിട്ടണമെങ്കിൽ ഓസോണേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ ഓസോൺ പ്യൂരിഫൈഡ് വാട്ടർ വാങ്ങുന്നതാണ് ഒരു ഓപ്ഷൻ. അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടുതൽ ഇനി വരാൻ പോവാണ് ഇന്ത്യയിലൊക്കെ. അപ്പൊ അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പുറത്ത് ഇതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു പാട് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ കൂടുതൽ നമ്മൾ ആക്റ്റീവ്ലി പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സാറേ അടുത്ത ക്ലാസ്സിൽ സാറ് കുറെ കൂടെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലാസ് വീണ്ടും സാർ നജീബ് ഡോക്ടർ വരണം, തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട്. അതുപോലെ ഇന്ന് നന്ദി പറയുന്നത് ഖത്തറിൽ നിന്നും അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. അബ്ദുൽ സലാം സാറേ. സാറിനെ കണ്ടിട്ട് ഒത്തിരി നാളായി, ഇന്ന് കാണട്ടെ. അബ്ദുൽ സലാം സാറ് അൺമ്യൂട്ട് ചെയ്താൽ മതി, കോഹോസ്റ്റ് ആണ്. അബ്ദുൽ സലാം സാറ്. ഓക്കെ താങ്ക് യു ഡോക്ടർ. നജീബ് ഡോക്ടർ വളരെ നന്നായി മില്ലറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയിച്ചു തന്നു. എപ്പോഴും വെറൈറ്റി ക്ലാസ് തരുന്ന ആളാണ് നജീബ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ആളുകൾക്കൊക്കെ താല്പര്യപ്പെട്ട് വളരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയം കൂടിയാണെന്നിപ്പോ അവരൊക്കെ ചോദിച്ചപ്പോൾ അതും കൂടി മനസ്സിലായി. ഏതായാലും നജീബ് ഡോക്ടർക്ക് കഴിഞ്ഞ് അടുത്ത ലിസ്റ്റ് എത്തിയിരിക്കാവുന്നതാണ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും വളരെ സന്തോഷം, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ നമ്മെ ശ്രവിച്ചു കാണുകയും ചെയ്ത, ക്ഷമയോടെ ഇരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. വേണുഗോപാൽ ഡോക്ടർക്കും പ്രത്യേകം നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് അബ്ദുൽ സലാം ജി, ഇനി ഒരിക്കലും ഈ ക്ഷമയോടെ ഇരുതെന്ന് പറയരുത്. ഒരുത്തനും ക്ഷമയോടെ ഇരിക്കത്തില്ല, അവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഗുണമില്ലെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോൾ അങ്ങ് ഇറങ്ങി ഓടിപ്പോകും. അതുകൊണ്ട് ക്ഷമയോടെ പറഞ്ഞ് വെറുതെ സോപ്പിടാൻ നോക്കരുത് കേട്ടെ. താങ്ക് യു. സോപ്പ് നമുക്കില്ല, നമുക്കുള്ളത് പറയുന്നുള്ളൂ. അതെന്താണെന്നറിയോ, അത് അതിന്റെ ആ പ്രയോഗത്തിൽ വന്നു പോകുന്നതാണ്. ക്ഷമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതല്ല, ബൈ ഡീഫോൾട്ട് വന്നു പോകുന്നതാ.
അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഓക്കെ. IFPHന്റെ സൂം വെബിനാറുകളിൽ ഇംഗ്ലീഷിൽ അമേരിക്കയിൽ നിന്നും, മലയാളത്തിൽ ദുബായിൽ നിന്നും, നന്ദി പറയാൻ ഖത്തറിൽ നിന്നും, അങ്ങനെ ഇന്റർനാഷണൽ ആയിട്ടാണ് നമുക്ക് ഇന്ന് അതിഥികൾ എത്തിയത്. വളരെ സന്തോഷം. ഏതായാലും നമ്മുടെ 1946 പ്രതിദിന സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കിയ നജീബ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെയുള്ള വിലപ്പെട്ട ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1946 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.